Your will is the most accurate way to predict the future, quoted by Elon Musk. I welcome you all to the webinar on entrepreneurship development, organized by the Marian Technology Business Incubation Center by St. Mary's College, Thrissur. Let us begin the program by invoking the blessings of the Almighty. Let us all have a silent prayer. A warm and cherished morning to the most valued, honorable chief guest of the day, Srimati Mini PR, teachers, and my dear friends. I would like to welcome our beloved principal sister, Dr. Sister Maggie Jose. In her absence, the very own backbone of our department, Dr. Jinu Joshi, to administer the welcome speech. നമസ്കാരം. സെന്റ് മേരീസ് കോളേജ് മരിയൻ ടെക്നോളജി ബിസിനസ് ഇൻക്യുബേഷൻ സെന്റർ സംഘടിപ്പിക്കുന്ന ഈ സംരംഭകത്വത്തെ സംബന്ധിച്ച് സംഘടിപ്പിക്കുന്ന വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, പ്രത്യേകിച്ച് വിദ്യാർത്ഥിനികളിൽ ഈ സംരംഭകത്വം വളർത്തുന്നത് ഒരു ആവശ്യകതയാണ്. കാരണം സംരംഭകത്വം വഴി നമുക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു സംരംഭകത്വം വിദ്യാർത്ഥികളുടെയും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥി എന്ന് പറയുന്നത് മിനി മാഡം ആണ്. മാഡം ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറാണ്. PSAയിലെ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറാണ് മിനി മാഡം. അപ്പോൾ മാഡത്തിന് സെന്റ് മേരീസ് കോളേജിന്റെ പേരിലും ഓരോ വിദ്യാർത്ഥികളുടെ പേരിലും മാഡത്തിന് ഞാൻ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം മാം. അതുപോലെ തന്നെ ഈ ഒരു പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വിദ്യാർത്ഥിനികളെയും അധ്യാപകരെയും എൻ്റെ സഹപ്രവർത്തകരെയും എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തും. നന്ദി. Thank you, Jinu ma'am. Now, I would like to hand over to Srimati Mini PR. ഗുഡ് മോർണിംഗ് ഓൾ. കേൾക്കാലോ? ഹലോ, Yes, ma'am. കേൾക്കുന്നില്ല? ഞാൻ മൊബൈലിലൂടെയാണ് ജോയിൻ ചെയ്തത്. സിസ്റ്റത്തിൽ ഇപ്പൊ രാവിലെ നോക്കുമ്പോൾ ചെറിയൊരു കംപ്ലൈന്റ്, ഗൂഗിൾ മീറ്റ് അതിനകത്ത് എൻ്റർ ആവുന്നില്ല. അപ്പൊ അതുകൊണ്ട് സ്ലൈഡ്സ് എനിക്ക് പ്രസന്റ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും കേൾക്കുന്നതിൽ തടസ്സം ഉണ്ടെങ്കിൽ ഒന്ന് ഇന്ററപ്റ്റ് ചെയ്ത് പറയണം കേട്ടോ. തുടങ്ങാം നമുക്ക്. കേൾക്കുന്നല്ലോ? Yes, ma'am. പല അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ അല്ലെങ്കിൽ പല സംരംഭങ്ങൾ ആരംഭിക്കാനായിട്ട് വരുന്ന ഓരോരുത്തരും വളരെയധികം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. പഴയതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മുമ്പെല്ലാം നമുക്കറിയാം, ഒരു സംരംഭം ആരംഭിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ജോലി ലഭിക്കാത്തൊരു സാഹചര്യത്തിലായിരുന്ന ആളുകൾ അധികം പേരും, 50% പേരെങ്കിലും ഒരു സംരംഭത്തെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്കറിയാം, ഈ കാലഘട്ടത്ത് ഒരുപാട് പേര് സംരംഭം തുടങ്ങാനായിട്ടുള്ള ഒരു ആഗ്രഹവുമായിട്ട് ജില്ലാ വ്യവസായ കേന്ദ്രത്തെ സമീപിക്കാറുണ്ട്. അതിൽ പല വിഭാഗത്തിൽപ്പെട്ട ആളുകളെ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. കൃത്യമായിട്ട് ഒരു സംരംഭത്തെ കുറിച്ച് ഐഡിയ ഉള്ള ആളുകൾ, അതുപോലെ അവർക്കൊരു പ്രിലിമിനറി സ്റ്റെപ്സ് എല്ലാം എടുത്തുകൊണ്ട് ഒരു സംരംഭം എങ്ങനെ ആരംഭിക്കാം, അങ്ങനെ ചിലർക്ക് ഒരു വേഗമായിട്ടുള്ള ഐഡിയ ഉണ്ടാവും. അങ്ങനെ പല വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ ഓരോ ദിവസം തോറും സംരംഭം എന്ന ഒരു ആശയവുമായിട്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു സംരംഭം ആരംഭിക്കാനായിട്ട് എത്തിച്ചേരുന്നത്. അത്തരം ആളുകളെ കൃത്യമായ ഒരു ഗൈഡൻസിലൂടെ കൃത്യമായ അവബോധം നൽകിക്കൊണ്ട് നല്ല സംരംഭകരാക്കുക എന്നതാണ് ഓരോ ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ലക്ഷ്യം. അതിനായിട്ട് നമ്മുടെ സർക്കാരുകള്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകള് സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാനും നല്ല സംരംഭങ്ങൾ കെട്ടിപ്പടുക്കാനും അതുവഴി നിരവധിയായ നിക്ഷേപങ്ങൾ നമ്മുടെ കൊച്ചു സംസ്ഥാനമായ കേരളത്തിൽ പലതരം നിക്ഷേപകരെ ആകർഷിക്കാനുമായിട്ട് ഒട്ടനവധി പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുണ്ട്.
അതുപോലെ തന്നെ മുൻപ് ഒരു സംരംഭം ആരംഭിക്കുന്നതിനേക്കാളും ഒരുപാട് അനുകൂലമായ സാഹചര്യങ്ങളാണ് ഈ കാലത്ത് ഇവിടെ നിലവിലുള്ളത്. ഒരു സംരംഭം നല്ല രീതിയിൽ ആരംഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒട്ടനവധി നിയമങ്ങൾ ആവശ്യമുണ്ട്. അതായത് ഒട്ടനവധി ലൈസൻസുകൾ നിങ്ങൾ എടുത്താൽ മാത്രമേ നിങ്ങളുടെ സംരംഭം തീർച്ചയായിട്ടും ഒരു 100% നല്ലൊരു സംരംഭം എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ആവശ്യത്തിന് ലൈസൻസുകൾ അല്ലെങ്കിൽ ക്ലിയറൻസുകൾ എടുക്കാതെ ഒരു സംരംഭം ആരംഭിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക വെച്ചാൽ അതിന്റെ കുറച്ച് കഴിയുമ്പോൾ നമുക്കറിയാം പബ്ലിക്കിന്റെ അടുത്ത് അല്ലെങ്കിൽ അയൽവാസികളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് പലരിൽ നിന്നും നിങ്ങൾക്ക് പലതരം ചലഞ്ചസ് അതുപോലെ പരാതികളൊക്കെ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നു. ഈ സാഹചര്യത്തിൽ നമുക്ക് ആ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സമയം ഈ സംരംഭത്തിന് ചെലവഴിക്കാൻ പറ്റാതെ ഇത്തരം കേസുകൾ അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളുടെ പിന്നാലെ നമ്മൾ പായുമ്പോൾ നമുക്ക് വേണ്ടത്ര ഒരു ശ്രദ്ധ നമ്മുടെ സംരംഭത്തിൽ ചെലുത്താനായിട്ട് നമുക്ക് സാധിക്കാതെ വരും. അതുവഴി നമ്മുടെ സംരംഭം പല പ്രതിസന്ധികളിലൂടെ അല്ലെങ്കിൽ സങ്കീർണമായ ഘട്ടങ്ങളിലൂടെ കടന്നു. അപ്പൊ അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഒരു സംരംഭം ആരംഭിക്കുമ്പോൾ എന്തൊക്കെ നമ്മുടെ സംരംഭത്തിന് ആവശ്യമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിയണം, എന്തൊക്കെ ലൈസൻസുകൾ നമ്മൾ എടുക്കണം. ഓരോ സംരംഭത്തിന്റെയും സ്വഭാവം അനുസരിച്ച് എടുക്കുന്ന ലൈസൻസുകൾ വ്യത്യസ്തമാണ്. അപ്പൊ നമ്മൾ അറിയേണ്ടതുണ്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന സംരംഭം എന്താണ്, അതിന് എന്തെല്ലാം ലൈസൻസ് ആവശ്യമുണ്ട്, അത് ഏതെല്ലാം ഡിപ്പാർട്ട്മെന്റുകളിൽ ലഭിക്കും, അതോ ഇതിന് സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡുകളുണ്ടോ, ഏകജാലക സംവിധാനങ്ങളുണ്ടോ. ഇത്തരം കാര്യങ്ങളൊക്കെ ആണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഒരു സ്റ്റുഡന്റ് എന്റർപ്രണർ എന്നതിലുപരിയായിട്ട് അതിനുശേഷം സ്റ്റുഡന്റ് എന്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ കൊച്ചു കൊച്ചു സംരംഭങ്ങൾ നിങ്ങളുടെ ഒരു ഇൻക്യുബേഷൻ സെന്റർ വഴി നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവും. പക്ഷെ അതെല്ലാം കഴിഞ്ഞ ഇൻക്യുബേഷൻ പീരീഡ് വിട്ട് അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ആ സംഭവം വിട്ട് കഴിയുമ്പോൾ നിങ്ങൾ യഥാർത്ഥമായ ഒരു സംരംഭകരായി തീരണമെങ്കിൽ സംരംഭകയായി തീരണമെങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം ധനസഹായങ്ങൾ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ് സർക്കാർ നൽകുന്നത് നിങ്ങൾക്ക് അറിയണം. അതുപോലെ ലൈസൻസിങ് പ്രൊസീജിയേഴ്സ് അറിയണം. അപ്പൊ അതിന്റെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ സ്റ്റുഡൻസ് ആയിരിക്കുമ്പോൾ നമ്മൾ പറയണ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഡൈജസ്റ്റ് ആവണമെന്നില്ല. എങ്കിൽ കൂടി ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കണം എന്ന് നിങ്ങൾക്ക് ഒരു അവയർനെസ്, ഒരു പെരിഫറൽ ആയിട്ടൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങൾ സ്റ്റുഡന്റ് എന്റർപ്രണർഷിപ്പ് എന്ന് പറയണ ആ ഒരു ചട്ടക്കൂട് കഴിഞ്ഞ് നിങ്ങൾ പുറത്തു വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഒരു യഥാർത്ഥമായ സംരംഭകയായിട്ട് തീരേണ്ടത്, അപ്പൊ അതിന് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ജില്ലാ വ്യവസായ കേന്ദ്രം വഴി നടപ്പിലാക്കുന്ന സ്റ്റാർട്ടപ്സിന് അല്ലെങ്കിൽ സംരംഭങ്ങൾക്ക് എന്തെല്ലാം ധനസഹായങ്ങളാണ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ് നമ്മൾ ജില്ലാ വ്യവസായ കേന്ദ്രം വഴി കേരള സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പ് നടപ്പിലാക്കുന്നതെന്നാണ് നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്കത് പറയണേക്കാൾ മുമ്പ് നമുക്കറിയണം സംരംഭം എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് 2 തരം സംരംഭങ്ങളാണ്. ഒന്ന് പറഞ്ഞാൽ ഉൽപാദന മേഖലയിലുള്ള സംരംഭങ്ങളും മറ്റൊന്ന് സേവന സംരംഭങ്ങളും. ഉൽപാദനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാനുഫാക്ചറിങ് എന്റർപ്രൈസ്. മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ ആ പേര് പോലെ തന്നെ അതിനകത്തൊരു ഉൽപ്പന്നം ഉണ്ടായിരിക്കണം. ഒരു പ്രോഡക്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള എന്റർപ്രൈസിനെയാണ് നമ്മൾ ഉൽപാദന മേഖലയിലുള്ള സംരംഭങ്ങൾ എന്ന് പറയുന്നത്. നേരെ മറിച്ച് സേവന സംരംഭങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കതറിയാം ഒരു സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു എന്റർപ്രൈസ് ആണ്, ഒരു സർവീസ് എന്റർപ്രൈസ് ആണ്. അപ്പോൾ ഉൽപാദന മേഖലയിലുള്ള സംരംഭങ്ങൾക്കുള്ള ധനസഹായങ്ങൾ വേറെയുണ്ട്, സർവീസ് എന്റർപ്രൈസിന് വേണ്ട സ്കീമുകൾ വേറെയുണ്ട്. അപ്പോൾ നിങ്ങളൊരു സംരംഭം നിങ്ങളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കണം ഏത് സ്കീം വഴിയാണ് നമുക്ക് അപ്ലൈ ചെയ്താൽ കൂടുതൽ ബെനിഫിറ്റ് കിട്ടുക. നമുക്ക് അർഹമായിട്ടുള്ള പല ഗ്രാന്റുകൾ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമുക്ക് എങ്ങനെ നേടിയെടുക്കാം. നമ്മൾ ഒരിക്കലും ഒരു ഗ്രാന്റിന് വേണ്ടിയിട്ട് ഒരിക്കലും ഒരു സംരംഭം ആരംഭിക്കരുത്, കാരണം അത് സക്സസ് ആവില്ല. നേരെ മറിച്ച് നമ്മളൊരു സംരംഭം ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് സ്കീമിൽ ഉൾപ്പെടുത്തിയാൽ നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് ലഭിക്കും നമുക്ക് അറിയണം. കാരണം ഈ വഴിക്ക് പോയാലാണോ നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് ലഭിക്കുക, അപ്പുറത്തെ വഴിക്ക് പോയാലാണോ കൂടുതൽ ബെനിഫിറ്റ് ലഭിക്കുക നമുക്കറിയാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സംരംഭം 2 ഉണ്ട്, സേവന സംരംഭങ്ങളുണ്ട്, ഉൽപാദന സംരംഭങ്ങളുണ്ട്. അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ പറയണം നമുക്ക് ജില്ലാ വ്യവസായ കേന്ദ്രം വഴി നടപ്പിലാക്കുന്ന ഏറ്റവും ആകർഷകമായിട്ടുള്ള ഒരു പദ്ധതി എന്ന് പറഞ്ഞാൽ എന്റർപ്രണർ സപ്പോർട്ട് സ്കീം. എന്റർപ്രണർ സപ്പോർട്ട് സ്കീം എന്ന് പറഞ്ഞാൽ അത് സംരംഭകത്വ സഹായ പദ്ധതി എന്നാണ്. ഈ എന്റർപ്രണർ സപ്പോർട്ട് സ്കീം ഇതിലൂടെ ഉൽപാദന മേഖലയിലുള്ള അതായത് മാനുഫാക്ചറിങ് സെക്ടറിലുള്ള എന്റർപ്രൈസസിനാണ് പ്രാമുഖ്യം നൽകുന്നത്. അത് അത്തരം സംരംഭങ്ങൾ മാത്രമേ ഈ എന്റർപ്രണർ സപ്പോർട്ട് സ്കീം പ്രകാരം നിങ്ങൾക്ക് ആരംഭിക്കാനായിട്ട് സാധിക്കൂ. ഈ സ്കീമില് ഏതൊരു ഉൽപാദന മേഖലയിൽപ്പെട്ടിട്ടുള്ള സംരംഭങ്ങളും, ചില നെഗറ്റീവ് ലിസ്റ്റിൽ വരുന്ന സംരംഭങ്ങളുണ്ട്, അത് ഒഴിച്ചു കഴിഞ്ഞാൽ
നമ്മൾ മോസ്റ്റ് ഓഫ് ദി മാനുഫാക്ചറിങ് എന്റർപ്രൈസ് അത് കംപ്ലീറ്റ്ലി ഒരു വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് അതിനകത്ത് പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റർപ്രണർ സപ്പോർട്ട് സ്കീം വഴി നമുക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അത്തരം ഒരു എന്റർപ്രണർ സപ്പോർട്ട് സ്കീമിൽ അപേക്ഷിക്കുന്ന ആളുകൾക്ക് എന്താണ് ബെനിഫിറ്റ്? അതായത് ഏതൊരാളും ഈ മാനുഫാക്ചറിങ് സെക്ടറിലുള്ള ഒരു എന്റർപ്രൈസ് ആരംഭിക്കുകയാണെങ്കിൽ അവരുടെ പ്രോജക്റ്റിന്റെ ഫിക്സഡ് കോസ്റ്റിന്റെ 15% അവർക്ക് ഗ്രാൻഡ് ആയിട്ട് ലഭിക്കും. ഞാൻ പറഞ്ഞൊരു നിങ്ങൾക്ക് കുറെ പേർക്ക് അറിയുന്ന കേസുകളായിരിക്കും. കൊമേഴ്സ് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയണ്ടാവും. ഒരു പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 കോമ്പണന്റ് ആണ് ഉണ്ടാവും. ഒന്ന് ഫിക്സഡ് കോസ്റ്റ് ഉണ്ടാവും, മറ്റൊന്ന് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാവും. വർക്കിംഗ് ക്യാപിറ്റൽ നമ്മുടെ ഒരു റണ്ണിങ് എക്സ്പെൻഡിച്ചർ ആണ്. നേരെ മറിച്ച് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ പ്ലാന്റ് ആൻഡ് മെഷീനറി, അതുപോലെ ബിൽഡിങ്, അതുപോലെ ഇലക്ട്രിഫിക്കേഷൻസ്, ജനറേറ്റർ സെറ്റുകൾ, അതുപോലെ എന്തെങ്കിലും ട്രാൻസ്ഫോമർ വരുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അനുസരിച്ച് നമ്മൾ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ആക്സസറീസ് ഓർ എക്യുപ്മെന്റ്സ് അവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെയുള്ള ഒരു ഫിക്സ്, അതിനെയാണ് അത്തരം കാര്യങ്ങൾക്കായിട്ട് നമ്മൾ ചെലവഴിക്കുന്ന രൂപേണയാണ് നമ്മൾ ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഫിക്സഡ് അസറ്റിന്റെ 15% ഏതൊരാളും ഈ മേഖലയിൽ സംരംഭം ആരംഭിച്ചാൽ എന്റർപ്രണർ സപ്പോർട്ട് സ്കീമിലൂടെ നമുക്ക് സബ്സിഡി അല്ലെങ്കിൽ ഗ്രാന്റ് ലഭിക്കും. നേരെ മറിച്ച് ഇനി അത് ഇത് പറഞ്ഞത് ഒരു ജനറൽ കാറ്റഗറിയാണ്. ഇപ്പൊ അത് നിങ്ങളെ പോലുള്ള സെന്റ് മേരീസ് കോളേജിലൂടെ ഇപ്പൊ ലേഡീസ് ആണ്, ഒരു വനിതാ സംരംഭകയാണ് ഈ സംരംഭം ആരംഭിക്കുന്നതെങ്കിൽ അതിനൊരു ഹൈലൈറ്റ് ഉണ്ട്. 15 എന്ന് പറയുന്നത് ഒരു 20% വർദ്ധിക്കും. സോ ഒരു വിമൻ എംപവർമെന്റ് എൻഹാൻസ്മെന്റ് ആയിട്ട് നമുക്ക് അവിടെ ഒരു 5% അഡീഷണൽ എൻഹാൻസ്മെന്റ് 5% നമുക്ക് കൂടുതലുണ്ട്. അതായത് 20% വനിതാ സംരംഭകർക്ക് ഫിക്സഡ് അസറ്റിന്റെ 20% നമുക്ക് സബ്സിഡി ലഭിക്കും. അതുപോലെ തന്നെ യങ് എന്റർപ്രണർ എന്ന് പറയുന്നത് ഇപ്പൊ വനിതകളാണെങ്കിൽ ഏജ് ലിമിറ്റ് ഇല്ല എന്നാണ് പറഞ്ഞത്. ഇപ്പൊ പുരുഷന്മാരാണ് സംരംഭം ആരംഭിക്കുന്നതെങ്കിൽ അതിൽ 15% ആണ് ലഭിക്കുന്നത്. അവരെ നമ്മൾ 45 വയസ്സിൽ താഴെയുള്ള പുരുഷന്മാരെ ആണെങ്കിൽ നമ്മൾ അവരെ യങ് എന്റർപ്രണർ എന്നാണ് കണക്കാക്കുന്നത്. ഈ യങ് എന്റർപ്രണർക്ക് 20% സബ്സിഡിക്ക് അർഹതയുണ്ട്. പിന്നെ ചില സെക്ടറുകളെ സംരംഭത്തിൽ ചില സെക്ടറുകളെ പ്രയോറിറ്റി സെക്ടറിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫുഡ്, ഗാർമെന്റ്, റബ്ബർ, 100% എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകൾ, അത്തരം ബിസിനസ്സുകളെല്ലാം തന്നെ ഒരു നമ്മൾ പ്രയോറിറ്റി സെക്ടർ എന്നാണ് പറയുന്നത്. ഇപ്പൊ ഈ കോവിഡ് കാലത്താണെങ്കിൽ ഇപ്പൊ സാനിറ്റൈസർ, അതുപോലെ തന്നെയുള്ള ഹോസ്പിറ്റൽ എക്യുപ്മെന്റ്സ്, ഹൈജീനിക് പ്രോഡക്ട്സുകൾ, അതൊക്കെ ഒരു പ്രയോറിറ്റി സെക്ടറാണ്. ഈ പ്രയോറിറ്റി സെക്ടറിൽ വരുന്ന ഓരോ സംരംഭത്തിനും നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു 10% കൂടെ സബ്സിഡിക്ക് അർഹതയുണ്ട്. അപ്പോൾ ഒരു വനിതാ സംരംഭക ഉൽപാദന മേഖലയിൽ ഈ പറഞ്ഞ സെക്ടറിൽ ഏതെങ്കിലും ഒന്നിലാണ് സംരംഭം ആരംഭിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് 30% സബ്സിഡിക്ക് അർഹതയുണ്ട്. 30% സർക്കാരിന്റെ ഗ്രാന്റിന് അർഹതയുണ്ട്. ഈ സബ്സിഡി തുകയ്ക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന ഒരു ചെറിയ ലിമിറ്റ് അല്ല. 30 ലക്ഷം രൂപ വരെ സബ്സിഡിക്ക് അർഹതയുണ്ട്. ഒരു ഫിക്സഡ് അസറ്റിന്റെ 30% പരമാവധി 30 ലക്ഷം രൂപ വരെ സബ്സിഡിക്ക് അർഹതയുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു പ്രൈവറ്റ് പ്രൊപ്രൈറ്റർഷിപ്പ് ആവാം, പാർട്ട്ണർഷിപ്പ് ആവാം, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആവാം. അതിനകത്തൊന്നും പ്രശ്നങ്ങളില്ല. ഏത് രീതിയിലുള്ള സംരംഭം വേണമെങ്കിൽ ആരംഭിക്കും. ഇതാണ് ഉൽപാദന മേഖലയിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സ്കീം. പിന്നെ പലരുടെയും ഒരു ധാരണയുണ്ട്, നമുക്ക് സർക്കാരിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ഗ്രാന്റുകൾ ലഭിക്കണമെങ്കിൽ നമ്മളൊരു ലോൺ ലിങ്ക്ഡ് പ്രോജക്റ്റ് ചെയ്യണം, നമ്മൾ ലോൺ എടുത്താൽ മാത്രമേ നമുക്ക് സബ്സിഡി ലഭിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും അല്ല. ചില സ്കീമുകൾക്ക് മാത്രമാണ് അത് ബാധകം. ഈ എന്റർപ്രണർ സപ്പോർട്ട് സ്കീം പ്രകാരം ഒരു സംരംഭം ആരംഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലോൺ എടുത്താലും നിങ്ങൾക്ക് സബ്സിഡി ലഭിക്കും. ലോൺ എടുക്കാതെ സംരംഭം ആരംഭിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സബ്സിഡിക്ക് യാതൊരു വിധത്തിലുള്ള കുറവും അനുഭവപ്പെടില്ല. ലോൺ എടുക്കുന്ന ആളുടെ പോലെ തന്നെ സെയിം സബ്സിഡി ലഭിക്കും. കുറച്ച് രൂപ നിങ്ങൾക്ക് ലോൺ എടുക്കാം, ഫുൾ എമൗണ്ട് ലോൺ എടുക്കാം, അല്ലെങ്കിൽ ലോൺ എടുക്കാതെ സംരംഭം ആരംഭിക്കാം. ആർക്കാണെങ്കിലും മുഴുവനായിട്ടും സബ്സിഡി തുക ലഭിക്കും. ഇതാണ് എന്റർപ്രണർ സപ്പോർട്ട് സ്കീമിനെ കുറിച്ച് പറയാനുള്ളത്. ഈ സ്കീം പ്രകാരം നമുക്ക് ഗ്രാന്റ് ലഭിക്കുന്നത് എങ്ങനെയാണെങ്കിൽ സംരംഭം ആരംഭിച്ചതിന് ശേഷം ഒരു വർഷത്തിനുള്ളിൽ ശേഷമല്ല, സംരംഭം ആരംഭിച്ചതിന് ശേഷം 1 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിന് അർഹമായ സബ്സിഡിക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാം. ഓൺലൈനായിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സിന്റെ ഇപ്പൊ അങ്ങനെ ഗൂഗിളിൽ നോക്കിയാൽ മതി. അതിന്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻസ് എല്ലാം ഓൺലൈനാണ്. അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യും. അതിനുശേഷം ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾ ആപ്ലിക്കേഷൻ പ്രോസസ് ചെയ്യും.
അതിനുശേഷമാണ് നിങ്ങൾക്ക് ഗ്രാന്റ് റിലീസ് ചെയ്യുന്നത്. ഇത്രയാണ് എന്റർപ്രണർ സപ്പോർട്ട് സ്കീമിനെ കുറിച്ച് പറയാനുള്ളത്. അതുപോലെ തന്നെ സർക്കാരിന്റെ ഗ്രാന്റ് ലഭിക്കുന്ന വേറൊരു പദ്ധതിയാണ് പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം. PMEGP എന്നാണ് ആ പദ്ധതിയുടെ പേര്. PMEGP അത് കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയാണ്, പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം. ഈ പദ്ധതി നടപ്പിലാക്കുന്ന ഒരു ഇംപ്ലിമെന്റിംഗ് ഏജൻസിയാണ് ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾ അഥവാ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് സെന്റേഴ്സ്. 3 ഇംപ്ലിമെന്റിംഗ് ഏജൻസിന്റെ KVIC, KVIB, അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് സെന്റർ. KVI ഖാദി ബോർഡ്, ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ, അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് സെന്റേഴ്സ്. ഈ 3 പേരും ഇത്തരം ഈ സെയിം പദ്ധതി തന്നെ ഇംപ്ലിമെന്റ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ പദ്ധതിക്ക് നിങ്ങൾ അപേക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ പ്രോജക്റ്റിനെ കുറിച്ചിട്ടുള്ള വിശദാംശങ്ങൾ അടങ്ങിയ ഒരു പ്രോജക്ട് റിപ്പോർട്ട്, അതുപോലെ നിങ്ങളുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, റേഷൻ കാർഡിന്റെ കോപ്പി, അതുപോലെ നിങ്ങളുടെ എന്താണോ കാസ്റ്റിനനുസരിച്ചിട്ട് അവിടെ ഒരു ഗ്രാന്റ് കൂടുതലുണ്ട്, അപ്പോൾ ഒരു കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യണം. അത്തരം ഗ്രാന്റ് നിങ്ങൾക്ക് ആ ഒരു കാറ്റഗറിയിലെ ഗ്രാന്റ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ അത് നിങ്ങൾക്ക് ഉപേക്ഷിക്കാം. ആ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതില്ല. 10% ഗ്രാന്റിൽ കുറവ് വരുന്നു മാത്രമേ ഉള്ളൂ. ഇത്തരം രേഖകളെല്ലാം കൂടെ നിങ്ങളുടെ മെഷീനറിയുടെ കൊട്ടേഷൻസ്, പ്രോജക്ട് റിപ്പോർട്ട്, ഇത്തരം നേരത്തെ പറഞ്ഞിട്ടുള്ള ഡോക്യുമെന്റ്സ്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം അടങ്ങുന്ന ഒരു രേഖ നിങ്ങൾ ഓൺലൈനായിട്ട് PMEGPയുടെ ഒരു ഓൺലൈൻ സൈറ്റ് ഉണ്ട്, www.kviconline.gov.in. ഇതെല്ലാം ഓർത്തിരിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾ ചുമ്മാ ഗൂഗിളിൽ PMEGP പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം എന്ന് ടൈപ്പ് ചെയ്താൽ തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈറ്റ് വരും. ആ സൈറ്റിൽ നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കാണാൻ പറ്റും PMEGP അപ്ലിക്കേഷൻ ഫോർ ഇൻഡിവിജ്വൽ. അപ്പോൾ അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക, ഈ വിവരങ്ങൾ കൊടുക്കുക, ഡീറ്റെയിൽസ്, ഈ പറയുന്ന ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ സബ്മിറ്റഡ് ആവും. ആ ആപ്ലിക്കേഷന്റെ പ്രിന്റ് ഔട്ട് എടുത്തുകൊണ്ട് നിങ്ങൾ കൺസേൺഡ് ആയിട്ടുള്ള ഏത് ജില്ലയിലാണോ നിങ്ങൾ സംരംഭം ആരംഭിക്കണേ ആ ജില്ലയിലെ ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ ആപ്ലിക്കേഷൻ സമർപ്പിക്കാം. ആ ആപ്ലിക്കേഷന്റെ ബേസിൽ ഇവിടെ ഒരു കമ്മിറ്റി ഉണ്ട്, അത് ജില്ലാ കളക്ടർ ചെയർമാനായ കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി അപേക്ഷയുടെ വയബിലിറ്റി എല്ലാം പരിശോധിച്ചുകൊണ്ട് ആപ്ലിക്കേഷൻ ബാങ്കിലേക്ക് ഫോർവേഡ് ചെയ്യും. ഇനി ഈ സ്കീമിന്റെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രോജക്ട് തുകയുടെ പരമാവധി 35% നമുക്ക് സബ്സിഡിക്ക് അർഹതയുണ്ട്, ഗ്രാന്റിന് അർഹതയുണ്ട്. അപ്പൊ ഒരു പ്രോജക്ട് തുക എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു പ്രോജക്റ്റിൽ ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്, വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്. എന്റർപ്രണർ സപ്പോർട്ട് സ്കീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൽ വർക്കിംഗ് ക്യാപിറ്റൽ നിങ്ങൾക്ക് സബ്സിഡി ലഭിക്കില്ല. നേരെ മറിച്ച് നിങ്ങൾ എന്റർപ്രണർ സപ്പോർട്ട് സ്കീം അല്ല PMEGP പദ്ധതിയിലാണ് അപേക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മൊത്തം പ്രോജക്ട് തുകയുടെ 35%, അതായത് ഇൻക്ലൂഡിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ അടക്കമുള്ള പ്രോജക്ട് തുകയുടെ 35% സബ്സിഡിക്ക് നിങ്ങൾക്ക് അർഹതയുണ്ട്. പിന്നെ ഈ സ്കീമിന്റെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ സ്കീം പ്രകാരം നമുക്ക് ഉൽപാദന മേഖലയുള്ള സംരംഭങ്ങളും അതോടൊപ്പം തന്നെ സേവന മേഖലയുള്ള സംരംഭങ്ങളും, മാനുഫാക്ചറിങ് ആൻഡ് ഓൾസോ സർവീസ് എന്റർപ്രൈസ്, 2 തരത്തിലുള്ള സംരംഭങ്ങൾ നമുക്ക് ആരംഭിക്കാനായിട്ട് സാധിക്കും. ഇപ്പോ അതിന് പ്രോജക്ട് തുകയ്ക്ക് ലിമിറ്റ് ഉണ്ട്. സർവീസ് എന്റർപ്രൈസ് ആണ് നമ്മൾ ആരംഭിക്കുന്നതെങ്കിൽ 10 lakh 10 ലക്ഷം വരെയുള്ള പ്രോജക്റ്റുകൾ മാത്രമേ ഉൾപ്പെടുത്താവൂ. നേരെ മറിച്ച് ഉൽപാദന മേഖലയിലാണ് നമ്മൾ സംരംഭം ആരംഭിക്കുന്നതെങ്കിൽ ഉൽപാദന മേഖലയിലുള്ള സംരംഭങ്ങൾക്ക് 25 ലക്ഷം രൂപ വരെ, സർവീസിന് 10 ലക്ഷവും ഉൽപാദന മേഖലയിലുള്ള മാനുഫാക്ചറിംഗ് എന്റർപ്രൈസിന് 25 ലക്ഷം രൂപ വരെയുള്ള പ്രോജക്റ്റ് തുക ഉൾപ്പെടുന്ന പ്രോജക്റ്റുകൾ നമുക്ക് പരിഗണിക്കാം. ഇതിന്റെ 35% സബ്സിഡി മാക്സിമം ലഭിക്കും. ഇനി 25% സബ്സിഡി ലഭിക്കുന്ന കേസുകളുണ്ട്. അതെന്താന്ന് ഞാൻ പറയാം. ഇപ്പൊ നമ്മൾ ആരംഭിക്കുന്ന സംരംഭം ഒരു ഗ്രാമമേഖലയിലാണ്, റൂറൽ ഏരിയാസിലാണ്, അതായത് പഞ്ചായത്ത് അങ്ങനെയുള്ള റൂറൽ ഏരിയാസിലാണ് സംരംഭം ആരംഭിക്കുന്നതിലാണ് നമുക്ക് 35% ഗ്രാന്റ് ലഭിക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ സംരംഭം ആരംഭിക്കുന്നത് സപ്പോസ് തൃശ്ശൂർ കോർപ്പറേഷനിലെ ഏതെങ്കിലും ഒരു ഡിവിഷനിലാണ്, തൃശ്ശൂർ കോർപ്പറേഷനിലാണ്, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഏരിയയിലാണ്, ഗുരുവായൂരോ അല്ലെങ്കിൽ ചാലക്കുടിയോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു മുനിസിപ്പാലിറ്റി ഏരിയയിൽ, അതിന് അർബൻ ഏരിയാസ് എന്ന് പറയണം. മുനിസിപ്പൽ കോർപ്പറേഷൻ ഉൾപ്പെടുന്ന ഏരിയാസിനെ അർബൻ ഏരിയാസ് എന്ന് പറയും. അർബൻ ഏരിയയിലാണ് നമ്മൾ സംരംഭം ആരംഭിക്കുന്നതെങ്കിൽ നമുക്ക് 25% സബ്സിഡി മാത്രമേ ലഭിക്കുള്ളൂ. റൂറൽ ഏരിയയിലാണെങ്കിൽ 35%. പിന്നെ നമ്മൾ ഒരു സംരംഭം ആരംഭിക്കുമ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞു, ഈ PMEGPയിൽ ലോൺ ലിങ്ക്ഡ് ആയിട്ടുള്ള സംരംഭങ്ങൾ മാത്രമേ ആരംഭിക്കാൻ കഴിയുള്ളൂ. ESS പോലെ നമ്മൾ സ്വന്തം മുതൽ മുടക്കിക്കൊണ്ട് ആരംഭിച്ചാൽ നമുക്ക് സബ്സിഡി ലഭിക്കില്ല.
അപ്പോൾ 25 മുതൽ 35% വരെ സബ്സിഡി നമുക്ക് ലഭിക്കും. പിന്നെ നമ്മളൊരു പ്രോജക്റ്റ് നമ്മൾ എപ്പോഴും ബാങ്കുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സംരംഭം ആരംഭിക്കാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ലോൺ ലിങ്ക്ഡ് പ്രോജക്റ്റ് ആണ് നിങ്ങൾ ആരംഭിക്കുന്നതെങ്കിൽ ആ പ്രോജക്റ്റിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം. ഒരു ചെറുതാണെങ്കിലും നിങ്ങൾ സ്വന്തമായിട്ട് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക. അതായിട്ട് നമ്മൾ ബാങ്ക് മാനേജറായിട്ട് ഡിസ്കഷൻ വെക്കാം. ഒരു ബാങ്കിൽ പോകുമ്പോൾ തീർച്ചയായും നമ്മൾ ഒരിക്കലും രാവിലെ ഒരു ടൈമിംഗ് നമ്മൾ ചൂസ് ചെയ്യരുത്. നിങ്ങൾ എപ്പോഴും ഒരു ആഫ്റ്റർനൂൺ ആഫ്റ്റർ 3:30 or 4 o'clock ഒക്കെയാണ് നമ്മൾ ബാങ്കിൽ സമീപിക്കുക. ഫസ്റ്റ് ടൈം പോകുമ്പോൾ ഒക്കെ ആവണമെന്നൊന്നും ഇല്ല. അപ്പൊ ബാങ്കിന്റെ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് മാനേജറെ കണ്ടുകൊണ്ട് ആ സാറിന് തിരക്കാണെങ്കിൽ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തുകൊണ്ട് വേറൊരു ദിവസം നിങ്ങളുടെ പ്രോജക്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇതാണ് എന്റെ പ്രോജക്റ്റ്. ഈ പ്രോജക്റ്റ് തുടങ്ങാനായിട്ട് ഇത്രയും ഫിക്സഡ് കോസ്റ്റ് ആവശ്യമുണ്ട്, ഇതിന് ഇത്രയും വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമുണ്ട്. ഞാൻ എന്റെ പ്രോജക്റ്റില് വർക്കിംഗ് ക്യാപിറ്റൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ ഒരു 1 month അല്ലെങ്കിൽ 1.5 month ഒരു സൈക്കിൾ ഓഫ് ഓപ്പറേഷൻ ഇത്ര റോ മെറ്റീരിയൽ ആവശ്യമുണ്ട്. അത്തരം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഒരു ബാങ്കിന്റെ അഷുറൻസ് വാങ്ങുകയാണെങ്കിൽ നമ്മൾ പ്രോജക്ട് പ്രൊപ്പോസൽസ് നമ്മൾ അപ്ലൈ ചെയ്ത് തിരിച്ച് നമ്മൾ ഇവിടെ നിന്ന് ജില്ലാ വ്യവസായ കേന്ദ്രം വഴി റെക്കമെൻഡ് ചെയ്ത് ബാങ്കിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും ബാങ്കിന് നിങ്ങളെ അറിയാൻ കഴിയും, നിങ്ങളുടെ പ്രോജക്ട് റിപ്പോർട്ട് അറിയാൻ കഴിയും. അപ്പൊ കുറച്ചും കൂടെ ഒരു ഈസി ആയിരിക്കും. ആദ്യമായിട്ട് നിങ്ങളെ കാണുന്ന ഒരു ബാങ്ക് ആവരുത്, അത് കുറച്ചും കൂടെ ഒരു ഈസിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത്. അതാണ് നമുക്ക് പറയാനുള്ള PMEGP പദ്ധതി. അതുപോലെ തന്നെ ചെറിയ ചെറിയ ഹൗസ് ഹോൾഡ് എന്റർപ്രൈസ്, ചെറിയ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള സ്കീമുകളാണ് നാനോ ഹൗസ് ഹോൾഡ് എന്റർപ്രൈസ്, ഇൻട്രസ്റ്റ് സബ്വെൻഷൻ ടു നാനോ ഹൗസ് ഹോൾഡ് എന്റർപ്രൈസ്. അതായത് ആരെയാണ് ഈ നാനോ ഹൗസ് ഹോൾഡ് എന്റർപ്രൈസ് ഉൾപ്പെടുത്തുന്നത് വെച്ചാൽ 5 HP നമ്മൾ ഒരു സംരംഭം ആരംഭിക്കണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വൈദ്യുതി ആവശ്യമുണ്ട്. അപ്പൊ വൈദ്യുതിയുടെ അളവ് പറയാം ഹോഴ്സ് പവറിലാണ്, HP-യിലാണ് പറയാ, 1 HP 2 HP അങ്ങനെയാണ് പറയാം. അപ്പൊ 5 HP-യിൽ താഴെ വൈദ്യുതി ഉപയോഗിക്കുന്ന സംരംഭങ്ങളെയാണ് അതുപോലെ തന്നെ നമ്മുടെ മുതൽ മുടക്ക് 5 ലക്ഷത്തിൽ താഴെ, നമ്മുടെ ഫിക്സഡ് അസറ്റ് 5 ലക്ഷത്തിൽ താഴെയുള്ള സംരംഭങ്ങളെ, 5 HP-യിൽ താഴെ കറണ്ട് ഉപയോഗിക്കുന്ന വ്യവസായങ്ങളൊക്കെ നമ്മൾ നാനോ ഹൗസ് ഹോൾഡ് എന്റർപ്രൈസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരം സംരംഭങ്ങൾ ആരംഭിക്കാൻ നമ്മൾ ബാങ്ക് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ സപ്പോസ് ബാങ്ക് ലോൺ എടുക്കുമ്പോൾ ബാങ്ക് ലോണിന് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ആ ഇൻട്രസ്റ്റ് സപ്പോസ് ഒരു 9% ഇൻട്രസ്റ്റ് ആയിരിക്കും, 9% പലിശയ്ക്കാണ് നിങ്ങളത് എടുത്തിരിക്കുന്നതെങ്കിൽ സർക്കാർ, ഇപ്പൊ നിങ്ങൾ ഒരു വനിതാ സംരംഭകയാണ് ഈ നാനോ ഹൗസ് ഹോൾഡ് എന്റർപ്രൈസ് ആരംഭിച്ചെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ ആയിട്ട് 3 വർഷത്തേക്ക് നമ്മുടെ പലിശ സർക്കാർ നിങ്ങളുടെ ലോണിലേക്ക് റീഇംബേഴ്സ് ചെയ്യും. അത് 8% നിരക്കിൽ റീഇംബേഴ്സ് ചെയ്യും. അപ്പൊ നിങ്ങൾ 9%-ലാണ് എടുത്തതെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ നൽകിയാൽ ബാങ്കിന്റെ ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ ഉണ്ടാവും, ഇത്ര ഇൻട്രസ്റ്റ് നിങ്ങൾ പേ ചെയ്തു. അപ്പൊ 8% ഇൻട്രസ്റ്റ് തിരിച്ച് നിങ്ങളുടെ ലോണിലേക്ക് നൽകും. അപ്പൊ ഇഫക്റ്റീവ്ലി സംരംഭകയ്ക്ക് 1% മാത്രമാണ് പലിശ വരുന്നുള്ളൂ. അങ്ങനെ 3 വർഷം നിങ്ങൾക്ക് തിരിച്ചു നൽകുന്ന സ്കീമാണ് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ ടു നാനോ ഹൗസ് ഹോൾഡ് എന്റർപ്രൈസ്. അതുപോലെ തന്നെ സർക്കാർ ഈയിടെ പ്രഖ്യാപിച്ചിട്ടുള്ള വേറൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്കീമാണ് മാർജിൻ മണി ഗ്രാന്റ് ടു നാനോ യൂണിറ്റ്സ്. നേരത്തെ പറഞ്ഞത് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ ടു നാനോ ഹൗസ് ഹോൾഡ് യൂണിറ്റ്സ് ആയിരുന്നു. ചെറിയ ചെറിയ സംരംഭങ്ങളാണ് ഉദ്ദേശിച്ചത്. ഈ സ്കീം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ മുതൽ മുടക്കുള്ളതാണ്, പക്ഷെ നാനോ എന്നാണ് തന്നെയാണ് അറിയപ്പെടുന്നത്. അപ്പൊ അത് മാർജിൻ മണി ഗ്രാന്റ് ടു നാനോ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ 5 ലക്ഷം അല്ല, 10 ലക്ഷം വരെ, അതായത് പ്രോജക്റ്റ് തുക 10 ലക്ഷം വരെ വരുന്ന സംരംഭങ്ങളെ നമുക്ക് ഈ കാറ്റഗറിയിലായിട്ട് ഉൾപ്പെടുത്താൻ പറ്റും. അപ്പൊ 10 ലക്ഷം വരെ നമ്മൾ മുതൽ മുടക്ക് വരുന്ന സംരംഭങ്ങൾ നമ്മൾ ആരംഭിക്കുകയാണെങ്കിൽ, ഒരു വനിതാ സംരംഭകയാണ് ഈ സംരംഭം ആരംഭിക്കുന്നതെങ്കിൽ അവർക്ക് നൽകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് ലോൺ എന്ന് പറയണത് 40% മതി, പ്രോജക്റ്റിന് 40% മതി. അതുപോലെ തന്നെ 20% അവർ ഓൺ കോൺട്രിബ്യൂഷൻ എടുക്കണം, 40% അവർക്ക് ഗ്രാന്റ് ലഭിക്കും. അപ്പോൾ ഒരു 10 ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് ആണ് തുടങ്ങുന്നതെങ്കിൽ അവർക്ക് ഈ സർക്കാരിൽ നിന്ന് 40% ഗ്രാന്റ് കിട്ടും. അതായത് 4 ലക്ഷം രൂപ സബ്സിഡി ലഭിക്കും. ബാങ്ക് തരേണ്ടതെന്ന് പറഞ്ഞാൽ 4 ലക്ഷം രൂപ ലോൺ, 20% അതായത് 2 ലക്ഷം രൂപ സംരംഭക സ്വന്തമായിട്ട് വഹിക്കും. ഏത് ലോണ് പോയാലും നമുക്കറിയാം നമ്മളുടെ ഒരു ഓൺ കോൺട്രിബ്യൂഷൻ ഇല്ലാതെ ബാങ്ക് ലോൺ തരിക. ഓൺ കോൺട്രിബ്യൂഷൻ എന്താ വെക്കണമെന്ന് വെച്ചാല് നമുക്ക് ഒരു ഉത്തരവാദിത്തം വരണം. നമ്മുടെ സംരംഭത്തില് നമ്മളൊരു മുതൽ മുടക്കിയാൽ മാത്രമേ നമുക്ക് റെസ്പോൺസിബിലിറ്റി വരൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ഓൺ കോൺട്രിബ്യൂഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ 10 ലക്ഷം ആണെങ്കിൽ 4 ലക്ഷം രൂപ സർക്കാരിന്റെ ഗ്രാന്റും 4 ലക്ഷം രൂപ ലോണും 2 ലക്ഷം രൂപ നിങ്ങൾ മുതൽ മുടക്കിയാൽ ഈ സംരംഭം
മാർജിൻ മണി ഗ്രാന്റ് ടു നാനോ യൂണിറ്റ്സ് എന്ന് പറയുന്ന ഹെഡിൽ ആരംഭിക്കും. ഇപ്പൊ ലേഡീസ് അല്ല സംരംഭം ആരംഭിക്കുന്നത്, ജനറൽ കാറ്റഗറിയിലാണെങ്കിൽ 40% തന്നെയാണ് ബാങ്ക് ലോണ്. സബ്സിഡി എന്ന് പറയുന്നത് 40% എന്ന് പറയുന്നത് 30% കുറയുകയും നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ 30% കൂടുകയും ചെയ്യും. അങ്ങനെ 40% ലോണും 30% ഓൺ കോൺട്രിബ്യൂഷനും 30% സബ്സിഡിയും നൽകി നിങ്ങൾക്ക് സംരംഭം ആരംഭിക്കാനായിട്ട് സാധിക്കും. ഇതാണ് മാർജിൻ മണി ഗ്രാന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കരകൗശല മേഖലയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഡക്ട്സ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റുഡൻസ് ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് നിങ്ങൾ റിയൽ എന്റർപ്രണർ ആവാനൊക്കെ ആഗ്രഹിക്കുന്നത്, കരകൗശല മേഖലയിൽ നിങ്ങൾ എന്തെങ്കിലും സംരംഭം ആരംഭിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ആശ എന്ന് പറയുന്ന സ്കീമുണ്ട്. ഹാൻഡിക്രാഫ്റ്റ് ആർട്ടിസാൻസ്, അസിസ്റ്റൻസ് ടു ഹാൻഡിക്രാഫ്റ്റ് ആർട്ടിസാൻസ്, അതാണ് ആശ എന്ന് പറയുന്ന സ്കീം. ഈ സ്കീം പ്രകാരം എന്താ വേണ്ടത് വെച്ചാൽ നിങ്ങൾക്കൊരു ആർട്ടിസാൻ കാർഡ് ഉണ്ടാവണം. നിങ്ങൾ ഒരു ആർട്ടിസാൻ ആണെന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു കാർഡ്. അതിന് ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ, തൃശ്ശൂർ തന്നെയാണ് ഓഫീസ് ഉള്ളത്, അതിന്റെ അരിയങ്ങാടിയിലാണ് ഓഫീസ്. ഓഫീസുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ആക്ടിവിറ്റി ഹാൻഡിക്രാഫ്റ്റ് എന്താണ്, നെറ്റിപ്പട്ടുണ്ടാക്കുകയാണോ, അതെന്തെങ്കിലും മരം കൊണ്ടുള്ള എന്തെങ്കിലും ഹാൻഡിക്രാഫ്റ്റ് ആർട്ടിസാൻസ് ചെയ്യുന്ന ആളുകളാണോ, അങ്ങനെയുള്ള എന്തെങ്കിലും നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഒരു കരകൗശല മേഖലയിലെ കഴിവുകൾ അവിടെ അവർ റിയൽ ആയിട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കും. അവർക്ക് അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ ഒരു ആർട്ടിസാൻ കാർഡ് തരും. ഈ ആർട്ടിസാൻ കാർഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് ആശാ സ്കീമിൽ അപേക്ഷിക്കുക എന്ന് വെച്ചാൽ, നിങ്ങളുടെ സംരംഭത്തിന് ആവശ്യമായ എന്തെങ്കിലും ടൂൾ കിറ്റുകളോ എക്യുപ്മെന്റ്സുകളോ അങ്ങനെയുള്ള എന്തെങ്കിലും ഫിക്സഡ് അസറ്റ് മാത്രം, വർക്കിംഗ് ക്യാപിറ്റൽ പറ്റില്ല, അത്തരം ഫിക്സഡ് അസറ്റുകൾ നിങ്ങൾ സ്വായത്തമാക്കിയാൽ, കരസ്ഥമാക്കിയാൽ അതിന്റെ കൺസേൺഡ് ആയിട്ടുള്ള ബില്ലുകൾ, അതുപോലെ ഇത്തരം ആർട്ടിസാൻ കാർഡുകളൊക്കെ അടക്കം നിങ്ങൾ നിങ്ങളുടെ സംരംഭം ആരംഭിച്ചതിന് ശേഷം ഒരു 6 മാസത്തിനകം നിങ്ങൾ ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ അപേക്ഷ സമർപ്പിക്കണം. അപ്പൊ നിങ്ങളുടെ സംരംഭത്തിൽ നിങ്ങൾ മുതൽ മുടക്കിയതിന്റെ 50%, ഇപ്പൊ നിങ്ങൾ 1 lakh rupees-നാണ് നിങ്ങൾ എക്യുപ്മെന്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫിക്സഡ് അസറ്റ് വാങ്ങിയാൽ അതിന്റെ 50% നിങ്ങൾക്ക് 50,000 രൂപ നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കും. ഈ മേഖലയിൽ നമുക്ക് മാക്സിമം 3 ലക്ഷം രൂപ വരെ സബ്സിഡിക്ക് അർഹതയുണ്ട്. ഇപ്പൊ ഞാൻ വനിതാ സംരംഭകരെയാണ് കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത്, നിങ്ങൾ എല്ലാ ലേഡീസ് ആയതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ 50% ഫോർ ലേഡീസ്, 40% ലിമിറ്റഡ് ടു 2 lakh ഫോർ ജനറൽ കാറ്റഗറി. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമുക്ക് ഒരു സബ്സിഡി എന്ന് പറയുന്ന കാറ്റഗറി ഇനത്തില് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ജില്ലാ വ്യവസായ കേന്ദ്രം വഴി നടപ്പിലാക്കുന്ന പദ്ധതികൾ. അതുപോലെ ഈ കോവിഡ് കാലഘട്ടത്ത് കോവിഡ് ലോൺസുമായിട്ട് ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള പലിശ സബ്സിഡികൾ നമ്മൾ നൽകുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബന്ധമില്ലാത്തതുകൊണ്ടാണ് അത് പറയാത്തത്. അതുപോലെ ഈ കഴിഞ്ഞ ഫ്ലഡ് ആയിട്ടുള്ള സമയത്ത് ഫ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ സ്കീംസ് ഇപ്പോഴും നിലവിലുള്ളതാണ്. അങ്ങനെയുള്ള നിലവിലുള്ള സംരംഭകരെ സഹായിക്കാനായിട്ട് നിരവധി പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. അത്തരം പദ്ധതികളെല്ലാം തന്നെ നമ്മൾ ജില്ലാ വ്യവസായ കേന്ദ്രം വഴി നടപ്പിലാക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എല്ലാം തന്നെ നിങ്ങൾ പുതിയ ഒരു സംരംഭം ആരംഭിക്കുന്നെങ്കിൽ ആ മേഖലയിൽ, ഉൽപാദന മേഖല ആയിക്കോട്ടെ, സർവീസ് മേഖലയിലായോട്ടെ, അത്തരം മേഖലയിൽ സംരംഭം ആരംഭിക്കാനായിട്ട് നിങ്ങൾക്ക് ഉതകുന്ന ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ്. അതുപോലെ തന്നെ ഈ ബാങ്കുകൾ മാത്രമല്ല വായ്പകൾ നൽകുന്ന സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ KFC വഴി നിങ്ങൾക്ക് നിരവധി സംരംഭങ്ങൾക്ക് വായ്പകൾ ലഭിക്കും. അതുപോലെ തന്നെ ബാക്ക്വേർഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻസ്, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ, അതുപോലെ വനിതാ വികസന കോർപ്പറേഷൻ, അങ്ങനെ നിരവധി ആയിട്ടുള്ള വിവിധങ്ങളായ ഡിപ്പാർട്ട്മെന്റുകൾ വഴി, ഓഫീസുകൾ വഴിയൊക്കെ സംരംഭകർക്ക് ആവശ്യമായ ധനസഹായ പദ്ധതികളുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സംരംഭം മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ സംരംഭം എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ കൺസേൺഡ് ആയിട്ടുള്ള ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെടുക. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിലെ ജില്ലാ വ്യവസായ കേന്ദ്രം അയ്യന്തോൾ കളക്ടറേറ്റിനുള്ളിലല്ല, കളക്ടറേറ്റിനടുത്ത് മഠം സ്റ്റോപ്പിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു സംരംഭത്തെ കുറിച്ച് ഒരു ആശയം ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വരാം. ഇവിടെ വരാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഓരോ താലൂക്ക് തലത്തിൽ, ഇപ്പൊ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ താലൂക്ക് വ്യവസായ ഓഫീസ് ഉണ്ട്. അത് ഈ ജില്ലാ വ്യവസായ കേന്ദ്രത്തിനകത്ത് തന്നെയാണ്. അതുപോലെ ഇരിങ്ങാലക്കുട അങ്ങോട്ട് ഉൾപ്പെടുന്ന ഭാഗങ്ങളാണെങ്കിൽ മൂന്നുപുരം താലൂക്ക് വ്യവസായ ഓഫീസ്, ഇരിങ്ങാലക്കുട സിവിൽ സ്റ്റേഷൻ ഉണ്ട്. അതുപോലെ കൊടുങ്ങല്ലൂർ താലൂക്ക് വ്യവസായ ഓഫീസ് ഉണ്ട്, ചാവക്കാട് താലൂക്ക് വ്യവസായ ഓഫീസ് ഉണ്ട്, വടക്കാഞ്ചേരിക്കാർക്ക് തലപ്പള്ളി താലൂക്ക് വ്യവസായ ഓഫീസ്. ഈ എല്ലാ താലൂക്ക് വ്യവസായ ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ബ്ലോക്ക് തലത്തിലും ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസേഴ്സ് ഉണ്ട്. കേരളത്തിലുടനീളം ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസേഴ്സിന്റെ സേവനം ലഭ്യമാണ്. തിങ്കൾ ബുധൻ എല്ലാ തിങ്കളാഴ്ചകളിലും എല്ലാ ബുധനാഴ്ചകളിലും ബ്ലോക്കുകളിൽ വ്യവസായ വികസന ഓഫീസേഴ്സിന്റെ സേവനം ലഭ്യമാണ്. നിങ്ങൾ പോകുന്ന സമയങ്ങളിൽ
എന്തെങ്കിലും അവർക്ക് മീറ്റിംഗ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവരുടെ ഫോൺ നമ്പർ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. ഫോൺ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അവരായിട്ട് വിളിച്ചുകൊണ്ട് നിങ്ങളുടെ സംരംഭം ഡിസ്കസ് ചെയ്യുക, നേരിട്ട് പോയി കാണുക. പിന്നീട് ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാമ്പത്തിക സഹായങ്ങളെ കുറിച്ച് പറഞ്ഞു തരും. ഏതാണ് നിങ്ങൾക്ക് വേണ്ട സംരംഭം എന്നും ആ സംരംഭം വയബിൾ ആണോ, ആ സംരംഭത്തിന് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്തൊക്കെ ലൈസൻസുകൾ ആവശ്യമാണെന്ന് ഞാൻ പറയും. അപ്പോൾ ഇനി ഒരു ചെറിയ സെഷൻ നമുക്ക് എന്തൊക്കെ ലൈസൻസുകൾ വേണം നമുക്ക് അറിയണം, അതിന് ജില്ലാ വ്യവസായത്തിന് എന്തെല്ലാം സപ്പോർട്ടുകളാണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഒരു സംരംഭത്തിന്റെ പൊല്യൂഷന്റെ ഒരു ഗ്രാവിറ്റി അനുസരിച്ച് സംരംഭങ്ങളെ 4ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അത് വൈറ്റ്, ഗ്രീൻ, ഓറഞ്ച്, റെഡ്. വൈറ്റ്, ഗ്രീൻ, ഓറഞ്ച് ആൻഡ് റെഡ്. വൈറ്റ് എന്ന് പറയുന്ന സംരംഭം എന്ന് പറയുന്നത് ഇത് ഈ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഓഫീസാണ്. കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഓഫീസ് ഉണ്ട് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ. അതിന് ജില്ലാ ഓഫീസായിട്ട് ഒരു ഓഫീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. പറവട്ടാനി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിന് ജില്ലാ ഓഫീസ്. അപ്പോൾ കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനനുസരിച്ചിട്ട് സംരംഭങ്ങളെ 4ആയിട്ട് തിരിക്കുന്നു: വൈറ്റ്, ഗ്രീൻ, ഓറഞ്ച്, റെഡ്. വൈറ്റ് എന്ന് പറഞ്ഞ ഒട്ടും പൊല്യൂഷൻ ഇല്ലാത്ത വ്യവസായങ്ങളെയാണ് വൈറ്റ് കാറ്റഗറി ഇൻഡസ്ട്രീസ്. അസംബ്ലിംഗ് ആയിട്ടുള്ള LEDF അസംബ്ലിംഗ് ചെയ്യുന്ന യൂണിറ്റുകളൊക്കെ ഈ വൈറ്റ് കാറ്റഗറി ഓഫ് ഇൻഡസ്ട്രീസ്. അതുപോലെ തന്നെ ഗ്രീൻ കാറ്റഗറി ഓഫ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ ഈ ഫുഡ് പ്രോഡക്ട്സുകൾ, ഫുഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോഡക്ട്സ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ആണ് ഗ്രീൻ കാറ്റഗറി ഓഫ് ഇൻഡസ്ട്രീസ്. ഓറഞ്ച് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ പൊല്യൂഷൻ ഉള്ള ഇൻഡസ്ട്രീസ്. അതുപോലെ റെഡ് കാറ്റഗറി ഓഫ് ഇൻഡസ്ട്രീസ് എന്ന് പറയുകയാണെങ്കിൽ ഹൈലി പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ്. അതൊക്കെയാണ് ഗ്രാവിറ്റി അനുസരിച്ച്. അപ്പൊ നമുക്ക് അറിയണം നമ്മൾ തുടങ്ങുന്ന സംരംഭം ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടും. അപ്പൊ നമ്മൾ ഒരു സംരംഭം നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ സൈറ്റിൽ പോവാം. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ സൈറ്റിൽ പോയിട്ട് നമ്മൾ അടിച്ചു നോക്കുമ്പോൾ കാറ്റഗറി ഓഫ് ഇൻഡസ്ട്രീസ് ആസ് പെർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നോംസ് അടിച്ചു നോക്കിയാൽ അതിൽ ലിസ്റ്റ് ഓഫ് ഇൻഡസ്ട്രീസ് വരും, വൈറ്റ്, ഗ്രീൻ, ഓറഞ്ച്, റെഡ് എന്ന് പറയും. ഇതിൽ നമ്മുടെ സംരംഭം ഇതിൽ ഏതിനടുത്ത് നിൽക്കണോ എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകാം. കാരണം നമുക്കറിയാം അതിലെ ഓരോ കാറ്റഗറി ഓഫ് ഇൻഡസ്ട്രീസിനനുസരിച്ച് നമ്മൾ എവിടെ സംരംഭം ചെയ്യുന്നു എന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മുടെ ഈ സംരംഭം നമുക്ക് വീടിനകത്ത് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ വീട്ടിൽ ഒരു റൂമിനകത്ത് ചെയ്യാൻ പറ്റുമോ, അതോ നമ്മളൊരു റൂം റെന്റിന് എടുക്കണോ, ലീസിന് എടുക്കണോ, അതോ നമ്മൾ സ്വന്തമായിട്ട് ബിൽഡിംഗ് പണിയേണ്ടി വരും എന്ന കാര്യങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ നമ്മൾ റെന്റിന് എടുക്കുന്ന റൂമിന് അല്ലെങ്കിൽ ലീസിന് എടുക്കുന്ന റൂമിന് അല്ലെങ്കിൽ സ്ഥലത്തിന് എന്ത് സ്പെസിഫിക്കേഷൻസ് ഉണ്ടായിരിക്കണം, അതൊക്കെ നമ്മൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല സംരംഭം കൂടാം. നമ്മൾ എന്തെങ്കിലും ഒരു സംരംഭത്തിനെ കുറിച്ച് ഐഡിയ ആയി കഴിഞ്ഞാൽ നമ്മൾ ഓടിപ്പോയിട്ട് ഒരിക്കലും ഒരു റൂം റെന്റിന് എടുക്കുകയോ സ്ഥലം ലീസിന് എടുക്കുകയോ ചെയ്യരുത്. കാരണം പലപ്പോഴും പല സംരംഭകരും ഇത്തരം കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമ്മളെടുത്ത് വരുമ്പോൾ നമുക്കറിയാൻ കഴിയും അവർക്ക് ഇവര് വാടകയ്ക്ക് എടുത്ത അല്ലെങ്കിൽ റെന്റിനെടുത്ത സ്ഥലത്തോ ഈ റൂമിനകത്തോ ഈ സംരംഭം നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറയുന്ന സങ്കടകരമായ വസ്തുത നമ്മൾ അവരോട് പറയുമ്പോൾ അവരതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുണ്ടാവും, അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ സ്ഥലം വാങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ ആ ഇൻവെസ്റ്റ്മെന്റ് വെറുതെയായി എന്നുള്ളതാണ്. ചിലപ്പോൾ അത് സ്വന്തമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്, എവിടെയെങ്കിലും കടം വാങ്ങിക്കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തതായിരിക്കാം. അപ്പൊ നിങ്ങൾ ഒരു സംരംഭകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ഫിനാൻഷ്യൽ സ്കീംസിനേക്കാൾ ഉപരിയായിട്ട് എത്തരത്തിലുള്ള ബിൽഡിങ്ങുകളാണ് നമ്മൾ സംരംഭം ആരംഭിക്കുന്നത് അറിയാം. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകളെ ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, എങ്കിലും നമ്മൾ മനസ്സിലാക്കുക എളുപ്പത്തിന് കുറച്ച് ക്ലാസിഫിക്കേഷൻസ് ഞാൻ പറയാം. ഇപ്പൊ റെസിഡൻഷ്യൽ എന്ന് പറയുന്ന ബിൽഡിങ്ങുകളുണ്ട്, കമേഴ്സ്യൽ അഥവാ മർക്കൻഡൈൽ ബിൽഡിങ്ങുകളുണ്ട്, ഇൻഡസ്ട്രിയൽ ബിൽഡിങ്ങുകളുണ്ട്. ഇപ്പൊ റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്ന് പറയുന്നത് നമുക്ക് താമസിക്കാൻ നമ്മുടെ വീടുകളാണ് റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ വരുന്നത്. നേരെ മറിച്ച് കമേഴ്സ്യൽ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കച്ചവടം ചെയ്യാനുള്ള ബിൽഡിങ്ങുകളാണ്. അതായത് വാങ്ങാം വിൽക്കാം, പക്ഷേ പ്രൊഡക്ഷൻ പ്രോസസ്സ് പാടില്ല. ചെറിയ ഓൾട്ടറേഷൻസ് വ്യത്യാസം വന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ നേരെ മറിച്ച് ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് നമുക്ക് വ്യവസായത്തിന് ഉതകുന്ന തരത്തിലുള്ള ബിൽഡിങ്ങുകൾ ഉൾപ്പെടുന്നത്. അപ്പോൾ നമുക്ക് അറിയാവുന്ന രീതിയിലുള്ള റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞു വീട് ആവശ്യത്തിന് നമുക്ക് താമസത്തിനുള്ളതാണ്. എന്നാൽ അതിനകത്ത് വ്യവസായം ചെയ്യാനായിട്ട് സാധിക്കും. അതിലൊരു 50 സ്ക്വയർ മീറ്റർ ഏരിയ, നിയറസ്റ്റ് 500 സ്ക്വയർ ഫീറ്റ് വരെ വരുന്ന ബിൽഡിങ്ങുകൾ ഏരിയ ഉണ്ടെങ്കിൽ, ഒരു പുറത്തോട്ടുള്ള ഒരു എൻട്രൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ വ്യവസായങ്ങൾ, ഇപ്പൊ സ്റ്റിച്ചിങ്ങുകൾ, അതുപോലെ ബ്യൂട്ടി പാർലർ, അങ്ങനെയുള്ള അതുപോലെ ഫുഡ് പ്രോഡക്ട്സുകൾ, അങ്ങനെയുള്ള ചെറിയ ചെറിയ സംരംഭങ്ങളൊക്കെ നമുക്ക് അത്തരം ബിൽഡിങ്ങുകളിൽ ചെയ്യാമെന്ന് ഓർഡറുണ്ട്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെയും വ്യവസായ വകുപ്പിന്റെയും അനുമതി എടുത്താൽ മതി. അപ്പൊ ആണെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും.
നാനോ സംരംഭം എന്ന നിലയിൽ. നേരെ മറിച്ച് ഞാൻ പറഞ്ഞു, പലർക്കും പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ അവര് ഏതെങ്കിലും ഒരു സംരംഭം ആരംഭിക്കാൻ ആഗ്രഹിച്ച് ഓടിപ്പോയിട്ട് ഏതെങ്കിലും കാണുന്ന റൂം റെന്റിന് എടുത്തോണ്ട് ആ റൂമുകളെല്ലാം തന്നെ കമേഴ്സ്യൽ ഒക്യുപ്പൻസി, കമേഴ്സ്യൽ എന്ന് പറയുന്ന വിഭാഗത്തിൽ പെട്ടിരിക്കുന്ന റൂമുകളായിരിക്കും. അത്തരം റൂമുകള് സാധാരണഗതിയിൽ വ്യാപാരം, അതായത് കച്ചവടം നടത്താൻ മാത്രമാണ്, വാങ്ങാനും വിൽക്കാനും മാത്രമേ സാധിക്കുള്ളൂ. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഈ അടുത്ത് വന്നിട്ടുള്ള ചെറിയ മാറ്റം എന്ന് പറഞ്ഞാൽ 3 HP വരെ കറണ്ട് ഉപയോഗിക്കുക. ഞാൻ പറഞ്ഞ നേരത്തെ കറണ്ട് നമുക്ക് വേണം, അത് HP-യിലാണ് പറയാന്ന് പറഞ്ഞു. അതിൽ 3 HP വരെ കറണ്ട് ഉപയോഗിക്കുന്ന വ്യവസായങ്ങൾ ഇത്തരം കമേഴ്സ്യൽ ബിൽഡിങ്ങുകളിൽ ചില ആക്ടിവിറ്റീസ് ചെയ്യാമെന്നുണ്ട്. എല്ലാം പറയാത്തത് നിങ്ങൾക്ക് അത് പറഞ്ഞപ്പോൾ ഡൈജസ്റ്റ് ആവണമെന്നില്ല. നിങ്ങൾ ഒരു സംരംഭത്തെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ, നിങ്ങളുടെ ആശയം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ജില്ലാ വ്യവസായവുമായി ബന്ധപ്പെട്ടിട്ട് ഇത് കമേഴ്സ്യൽ ബിൽഡിങ്ങിൽ ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പിക്കും. അപ്പോൾ കമേഴ്സ്യൽ ബിൽഡിങ്ങിൽ 3 HP വരെയുള്ള വ്യവസായങ്ങൾ നമുക്ക് ചിലപ്പോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മുടെ ആക്ടിവിറ്റിക്ക് അനുസരിച്ചാണ്. പിന്നെയുള്ള നമുക്ക് വ്യവസായം എന്ന പറഞ്ഞ കൺസെപ്റ്റില്, അല്ലെങ്കിൽ ഇൻഡസ്ട്രി എന്ന കൺസെപ്റ്റിലുള്ള ബിൽഡിങ്ങുകളാണ് ഇൻഡസ്ട്രിയൽ ബിൽഡിങ്ങുകൾ. ഇൻഡസ്ട്രിയൽ ബിൽഡിങ്ങുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട് പോലെയല്ല. നമ്മുടെ വീടിന്റെ സാധാരണ ഇതിൽ 10 അടി 10.5 അടിയൊക്കെ ഹൈറ്റ് ഉണ്ടാവുള്ളൂ. പക്ഷെ ഇൻഡസ്ട്രിയൽ ബിൽഡിങ്ങിൽ നമുക്ക് ആരംഭിക്കുമ്പോൾ 3.6 മീറ്റർ, അതായത് അപ്രോക്സിമേറ്റ്ലി 12 അടി ഹൈറ്റുകൾ ഉണ്ടാവണം. ബിൽഡിംഗ് എല്ലാം പണിത് കഴിഞ്ഞിട്ടായിരിക്കും ചിലർ നമ്മുടെ വരുന്നത്. അപ്പോൾ വാർപ്പ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, ഡ്രസ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അതിനകത്തൊന്നും അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കാത്ത അവസ്ഥ വരും. അപ്പൊ ഹൈറ്റ് എന്ന് പറഞ്ഞാല് 3.6 മീറ്റർ ഹൈറ്റ് ഉണ്ടാവണം. അതുപോലെ തന്നെ ഈ ബിൽഡിങ്ങുകളുടെ ഫ്രണ്ടിൽ നിന്ന്, അതിനെ പറയാൻ നമ്മൾ സെറ്റ് ബാക്ക് എന്ന് പറയും. ഈ ബിൽഡിങ്ങിന്റെ 4 അതിർത്തികളിലേക്കുള്ള ദൂരത്തെയാണ് നമ്മൾ സെറ്റ് ബാക്ക് എന്ന് പറയുന്നത്. ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിൽ അതിരോട്ട്, ബിൽഡിങ്ങിന്റെ ഫ്രണ്ട് ചുമരിൽ നിന്ന് ഫ്രണ്ടിൽ അതിർത്തിയിലോട്ട് നമുക്ക് എപ്പോഴും 3 മീറ്റർ ഡിസ്റ്റൻസ് വിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ബിൽഡിങ്ങിന്റെ ബാക്കിയുള്ള 3 സൈഡിലും നമുക്ക് മിനിമം 2 മീറ്റർ സെറ്റ് ബാക്ക് ഉണ്ടാവണം. അതായത് അതെന്ന് പറയണത് 200 സ്ക്വയർ മീറ്റർ താഴെയുള്ള ബിൽഡിംഗ് ആണെങ്കിലാണ് ഈ പറഞ്ഞ് 2 മീറ്റർ 3 സൈഡ് വേണ്ടത്. 200 സ്ക്വയർ മീറ്ററിൽ മേലെ പോകുന്ന ബിൽഡിങ്ങുകൾക്ക് തീർച്ചയായിട്ടും 4 സൈഡിൽ 3 മീറ്റർ വേണം. അതുപോലെ തന്നെ ഈ ഇൻഡസ്ട്രിയൽ ബിൽഡിങ്ങുകളെ G1 എന്ന് പറഞ്ഞ കാറ്റഗറി എന്നും G2 എന്ന് പറയുന്ന കാറ്റഗറി എന്നും 2 രീതിയിൽ തിരിച്ചിട്ടുണ്ട്. ഇപ്പൊ G1 എന്ന് പറയുന്ന കാറ്റഗറിയിൽ ചില വ്യവസായങ്ങൾ മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. ചില വ്യവസായങ്ങൾ G2 കാറ്റഗറിയിൽ പോകുമ്പോഴേ സാധിക്കുള്ളൂ. ഇപ്പൊ G2-ൽ മാറുമ്പോൾ ഞാൻ ഈ പറഞ്ഞ 3 മീറ്റർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വിട്ടുകൊണ്ട് 3-2-2-2 എന്ന് പറഞ്ഞ സെറ്റ് ബാക്കുകളൊക്കെ മാറിയിട്ട് കുറച്ചും കൂടെ കൂടുതലായിട്ട് ഉള്ള ഡിസ്റ്റൻസ് വിടേണ്ടി വരും. അപ്പൊ നമ്മൾ ഇത് അത്രയൊന്നും ഇപ്പൊ മനസ്സിലാക്കണമെന്നില്ല, എങ്കിൽ കൂടി നമ്മൾ എടുക്കുന്ന സംരംഭം ഏത് തരത്തിലാണ്, ഏത് കാറ്റഗറി വരുന്നു എന്ന് അറിയണം. പിന്നെ ഏത് ബിൽഡിംഗ്, റെസിഡൻഷ്യൽ ചെയ്യാൻ പറ്റും, കമേഴ്സ്യൽ ചെയ്യാൻ പറ്റും, ഇൻഡസ്ട്രിയൽ ചെയ്യാൻ പറ്റും. ഇൻഡസ്ട്രിയൽ ആണെങ്കിൽ G1-ലാണോ G2-ലാണോ എന്നൊക്കെ നമ്മൾ സംരംഭത്തിന് കാൽ എടുത്തു വെക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കണം. അത്തരത്തിലുള്ള ബിൽഡിങ്ങുകൾ നമ്മൾ ചൂസ് ചെയ്യണം. അത്തരം ബിൽഡിങ്ങുകളിൽ നമ്മൾ പണിയണം, എസ്റ്റാബ്ലിഷ് ചെയ്യണം. അപ്പൊ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക ജനറലായിട്ട്. പിന്നെ നമ്മൾ ഒരു സംരംഭത്തെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ നമുക്ക് ലൈസൻസ് ആവശ്യമുണ്ട്. ഒരു ബിൽഡിംഗ് നമ്മൾ പണിയാണെങ്കിൽ നമ്മൾ പഞ്ചായത്തിന്റെ അനുമതി വേണം. വീട് പണിയണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ബിൽഡിംഗ് പെർമിറ്റുകൾ എടുക്കും. അതുപോലെ തന്നെ വ്യവസായ സ്ഥാപനങ്ങൾ പണിയണമെങ്കിൽ പഞ്ചായത്തുകളിൽ നിന്ന് നമ്മൾ ബിൽഡിംഗ് പെർമിറ്റിന് അപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെയാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ കാര്യം. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നമ്മൾ ബിൽഡിംഗ് പണിയണമെങ്കിൽ കൺസെന്റ് ടു എസ്റ്റാബ്ലിഷ് എന്ന് പറയുന്ന അനുസരിച്ചിട്ടുള്ള ബിൽഡിങ്ങുകൾ, കൺസെന്റ് ടു എസ്റ്റാബ്ലിഷ് അനുമതി എടുക്കും. കൺസെന്റ് ടു എസ്റ്റാബ്ലിഷ് എന്ന് പറഞ്ഞ അനുമതി എടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ബിൽഡിംഗിന്റെ കൺസ്ട്രക്ഷൻ ആരംഭിക്കാവൂ. അതുപോലെ നമ്മൾ ബിൽഡിങ്ങിന്റെ പണിയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്തുകളിൽ നിന്ന് അല്ലെങ്കിൽ കോർപ്പറേഷനോ മുനിസിപ്പാലിറ്റി, അതായത് നമ്മൾ ലോക്കൽ ബോഡി എന്ന് പറയും, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് റണ്ണിംഗ് ലൈസൻസ്, സ്ഥാപനത്തിന്റെ പ്രവർത്തനാനുമതിക്കുള്ള ലൈസൻസുകൾ എടുക്കണം. അതുപോലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്ന് കൺസെന്റ് ടു ഓപ്പറേറ്റ് എന്ന് പറയുന്ന അനുമതി എടുക്കണം. ഇത്രയാണ് നമ്മൾ ഒരു മേജർ ലൈസൻസിങ് പ്രൊസീജിയേഴ്സിൽ ലൈസൻസുകൾ എടുക്കേണ്ടത്. അതുകൊണ്ട് അനുബന്ധമായിട്ട് നമ്മുടെ വ്യവസായങ്ങളുടെ നേച്ചർ അനുസരിച്ച് നമ്മൾ പലതരത്തിലുള്ള അനുമതികൾ എടുക്കണം. ഫുഡായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഒരു സംരംഭം ആരംഭിക്കുന്നതെങ്കിൽ നമ്മൾ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് FSSAI, ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, FSSAI-യുടെ ലൈസൻസ് അഥവാ രജിസ്ട്രേഷൻ കരസ്ഥമാക്കണം. നമ്മളൊരു ചെറിയ സംരംഭമൊക്കെ ആണെങ്കിൽ നമുക്ക് 12 ലക്ഷത്തിൽ താഴെയാണ് നമ്മുടെ ടേൺ ഓവർ വരുന്നുള്ളതെങ്കിൽ നമ്മളതിന് FSSAI-യുടെ രജിസ്ട്രേഷൻ എടുത്താൽ മതി. കുറച്ചും കൂടെ ഹയർ ലെവലിലോട്ട് പോകുമ്പോൾ നമ്മുടെ ടേൺ ഓവർ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ FSSAI-യുടെ ലൈസൻസ് എടുക്കണം. പിന്നെ നമ്മൾ എന്ത് പ്രോഡക്റ്റ് നിങ്ങൾ നിർമ്മിച്ചാലും, ഇപ്പൊ നിങ്ങൾ ഇൻക്യുബേഷൻ സെന്ററിന്റെ ഭാഗമായിട്ട് പല പ്രോഡക്ട്സുകളും നമ്മൾ ചെയ്യുന്നത്.
പക്ഷെ എന്ത് പ്രോഡക്ട്സ് നമ്മൾ നിർമ്മിച്ചാൽ അതിനെ പാക്ക് ചെയ്യണമെങ്കിൽ പാക്കിംഗ് ലൈസൻസ് നിർബന്ധമാണ്. പാക്കിംഗ് ലൈസൻസ് എടുക്കാതെ ഒരു കുഞ്ഞു സംഭവം പോലും നമ്മൾ പാക്ക് ചെയ്യാൻ പാടില്ല. അത് അതിന്റെ മേൽനോട്ടം വഹിക്കുന്നത് ലീഗൽ മെട്രോളജി എന്ന് പറഞ്ഞ വകുപ്പാണ്. അപ്പൊ ഈ ലീഗൽ മെട്രോളജി വകുപ്പിൽ നിന്നാണ് നമ്മൾ പാക്കിംഗ് ലൈസൻസ് കരസ്ഥമാക്കേണ്ടത്. ഈ നേരത്തെ പറഞ്ഞ FSSAIയും ലീഗൽ മെട്രോളജിയുടെ പാക്കിംഗ് ലൈസൻസും എല്ലാം തന്നെ നമ്മൾ ഓൺലൈൻ സംവിധാനം വഴി നമുക്ക് എടുക്കാൻ കഴിയും. ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഓൺലൈൻ സംവിധാനം വഴി നമുക്ക് അപേക്ഷകൾ കൺസേൺഡ് ആയിട്ടുള്ള ഓഫീസിലേക്ക് നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരം ലൈസൻസുകൾ, പാക്കിംഗ് ലൈസൻസ്, ഫുഡ് സേഫ്റ്റി തുടങ്ങിയ ലൈസൻസുകൾ എടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ സംരംഭത്തെ അതിന്റെ പൂർണ്ണസ്ഥിതിയിലേക്ക് നമുക്ക് ആരംഭിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ ഒരു സംരംഭം ആരംഭിച്ചതിന് ശേഷം 3 മാസത്തിനുള്ളിൽ തീർച്ചയായിട്ടും പാക്കിംഗ് ലൈസൻസ് എടുത്തിരിക്കണം. അത് കഴിഞ്ഞാൽ വലിയ ഫൈൻ ഈടാക്കും അവര്. അപ്പൊ അത്തരം കാര്യങ്ങൾ ചെന്ന് ചാടരുത്. മുൻപേ തന്നെ ലൈസൻസുകളെല്ലാം എടുത്തിരിക്കും. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലേക്കോ പഞ്ചായത്തിലേക്കോ ഒക്കെ ആവശ്യമായിട്ടുള്ള അനുമതി പത്രങ്ങളൊക്കെ നമുക്ക് ഇവിടെ ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളിലുണ്ട്. സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡുകളുണ്ട്, അതായത് ഏകജാലക സംവിധാനങ്ങളുണ്ട്. ഈ ഏകജാലക സംവിധാനങ്ങൾ വഴി തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ നിങ്ങൾക്ക് സമർപ്പിക്കാം. നിങ്ങൾക്ക് അത്യാവശ്യം ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇവിടെ വരണമെന്ന് പോലും ഇല്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് അത്തരം ലൈസൻസുകൾ എടുക്കാം. അത് എടുക്കേണ്ട സൈറ്റിന്റെ പേര് ഇതാണ് www.kswift.gov.in www.kswift.gov.in എന്ന് പറയുന്ന ഈ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ സംരംഭത്തിന് ആവശ്യമായ നിങ്ങളുടെ സംരംഭത്തിന്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുമ്പോൾ അതിൽ പറയും എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് ലൈസൻസ് എടുക്കണം. ഓട്ടോമാറ്റിക്കലി പറയും. കൺസേൺഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകൾ ചൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഓൺലൈൻ സംവിധാനം വഴി കൺസേൺഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഈ പ്ലാറ്റ്ഫോമിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കൺസേൺ ഡിപ്പാർട്ട്മെന്റിലേക്ക്, ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കും ആയിക്കോട്ടെ, നിങ്ങൾ ലൈസൻസിന് അപേക്ഷിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് ഒരു ചാർട്ട് നൽകിയിട്ടുണ്ടാവും. ഇത്ര സമയത്തുള്ള അപേക്ഷയുടെ അപാകതകൾ പരിഹരിക്കാനായിട്ടുള്ള സമയം, ഇൻസ്പെക്ഷൻ, പിന്നെ ലൈസൻസ് ഇഷ്യൂയിങ്. ആ ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് സമയബന്ധമായിട്ട് അവർക്ക് പ്രോസസ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നത് ഒരിക്കലും ഒരു സംരംഭകനെ ബാധിക്കില്ല. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി 1 മന്ത് കഴിഞ്ഞാൽ ലൈസൻസ് ഈ സൈറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാം. അപ്പൊ സംരംഭകന്റെ സമയം അതിനകത്ത് പോകുന്നില്ല. പിന്നെ നമ്മുടെ കേരള ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കേരളത്തിലൊരു സംരംഭം ആരംഭിക്കുന്നെങ്കിൽ സംസ്ഥാന സർക്കാരുകൾ പറയുന്ന ലൈസൻസുകൾ, സംസ്ഥാന സർക്കാരിന്റെ ലൈസൻസുകൾക്ക് 3 വർഷത്തേക്ക് ലൈസൻസ് എക്സംഷൻ ഉണ്ട്, 3 വർഷത്തേക്ക് ഇളവുകളുണ്ട്. 3 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രം 6 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ലൈസൻസ് എടുത്താൽ മതി. 3 വർഷം വരെ കാത്തിരിക്കേണ്ട നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾ സംരംഭം ആരംഭിച്ചിട്ട് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് ലൈസൻസുകൾ കരസ്ഥമാക്കാം. പക്ഷെ 3 വർഷം വരെ നിങ്ങൾ ലൈസൻസ് എടുത്തില്ലെങ്കിൽ നിങ്ങൾക്കതൊരു പ്രശ്നമല്ല. 3 വർഷത്തിനുള്ളിൽ എടുക്കാം. 3 വർഷം കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ ലൈസൻസ് എടുത്താൽ മതി. ഒരു കാര്യം ഓർക്കണം, സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള ലൈസൻസുകളാണ് പറയുന്നത്. സെൻട്രൽ ഗവൺമെന്റ് ലൈസൻസുകൾ നമ്മൾ സമയബന്ധിതമായിട്ട് എടുത്തിരിക്കും. അതുപോലെ തന്നെ നിങ്ങളൊരു വ്യവസായ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന രജിസ്ട്രേഷൻ ഓൾ ഓവർ ഇന്ത്യ ഒറ്റ രജിസ്ട്രേഷൻ ആണ്. അതിന്റെ പേരാണ് ഉദ്യം രജിസ്ട്രേഷൻ എന്നാണ് പറയുന്നത്. നിങ്ങൾ സർക്കാരിൽ നിന്ന് എന്ത് ഗ്രാന്റുകളോ എന്ത് സബ്സിഡിയോ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഉദ്യം രജിസ്ട്രേഷൻ നിർബന്ധമാണ്. അപ്പൊ അതിന് ഉദ്യം registration.gov.in എന്ന് പറഞ്ഞ സൈറ്റിൽ കയറിയിട്ട് സംരംഭകർക്ക് സ്വന്തമായിട്ട് ഉദ്യം രജിസ്ട്രേഷൻ ഫയൽ ചെയ്യാം, പ്രിന്റ് ഔട്ട് എടുക്കാം. നിങ്ങൾക്ക് ഇത്തരം ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളെ സമീപിക്കാം. അവിടെ കൺസേൺഡ് ആയിട്ടുള്ള ഓഫീസേഴ്സ് ഉണ്ട്. നിങ്ങൾ എവിടെയാണോ സംരംഭം ആരംഭിക്കുന്നത് ആ കൺസേൺഡ് ആയിട്ടുള്ള ഓഫീസേഴ്സ് നിങ്ങളെ ഗൈഡ് ചെയ്യും. നിങ്ങൾക്ക് സംരംഭത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ലൈസൻസിങ് ആൻഡ് ഗൈഡ് പ്രൊസീജിയേഴ്സ്, ക്ലിയറൻസ് പ്രൊസീജിയേഴ്സ് ഒക്കെ പറഞ്ഞു ഗൈഡ് ചെയ്യും. നിങ്ങൾക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങൾ ഉറപ്പുവരുത്താനുള്ള പദ്ധതികളെ കുറിച്ച് പറഞ്ഞു തരും. അതിന് വേണ്ട എല്ലാ ഹാൻഡ് ഹോൾഡിംഗ് സർവീസസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ ED ക്ലബുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ വ്യവസായ വാണിജ്യ വകുപ്പിന്റെ കീഴിൽ സ്കീമുകളുണ്ട്. ED ക്ലബിന് വേണ്ടിയിട്ട് എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ക്ലബുകൾക്ക് വേണ്ടിയിട്ട് 1 വർഷം 20,000 രൂപ വരെ ഗ്രാന്റുകൾ നൽകും. അതിന് നിങ്ങൾ ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് ഒരു ED ക്ലബ് കോർഡിനേറ്റർ ഉണ്ടാവണം. IEDC എന്നോ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ക്ലബുകൾ എന്നാണ് ചില കോളേജുകളിലൊക്കെ അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ ED ക്ലബ്, എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ക്ലബുകൾ. അതിന്റെ കോർഡിനേറ്റർ വഴി ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ആപ്ലിക്കേഷൻ ഫോം നിങ്ങളുടെ കോളേജിലൊക്കെ ഉണ്ടായിരിക്കും ഓൾറെഡി. ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കോർഡിനേറ്റർ സൈൻ ചെയ്ത് പ്രിൻസിപ്പൾ അതിനകത്ത് കൗണ്ടർ സൈൻ ചെയ്ത് കുട്ടികളുടെ ലിസ്റ്റ് ഓഫ് സ്റ്റുഡൻസിന്റെ ലിസ്റ്റ്, അതുപോലെ ഓരോ വർഷം നിങ്ങൾ ചാർട്ട് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആക്ടിവിറ്റിയുടെ ആക്ഷൻ പ്ലാന്, അതിന്റെ ഒരു പ്രൊപ്പോസ്ഡ് ബഡ്ജറ്റ്, ഇതെല്ലാം അടക്കം ജില്ലാ വ്യവസായ കേന്ദ്രത്തിന് സമയബന്ധിതമായിട്ട് അപേക്ഷ സമർപ്പിക്കണം.
അത് ആദ്യത്തെ അപേക്ഷ എന്ന് പറയുന്നത് ഒരു അക്കാദമിക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ തരും. ഒരു ഓഗസ്റ്റ് 31 പറയണത്. അത്ര വരെ ഒന്നും പോകണമെന്നില്ല. നിങ്ങൾ ഒരു അക്കാദമിക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോൾ തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻസ് സമർപ്പിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് 10,000 ആപ്ലിക്കേഷൻ വെക്കുക, 6 months ആപ്ലിക്കേഷൻസ് വെക്കുക. ആ ആപ്ലിക്കേഷൻ എത്രയോ നേരത്തെ പോകുന്നതനുസരിച്ച് ഗ്രാൻഡ് നേരത്തെ വരും. നിങ്ങൾ ഡിലേ ആവുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് വന്ന് നിങ്ങൾ എക്സ്പെൻഡിച്ചർ ആക്കിയതിന്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് വെക്കുമ്പോഴാണ് സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റിലുള്ള ആപ്ലിക്കേഷൻ ഫോമും കൂടെ നിങ്ങൾ അപ്ലിക്കേഷൻ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് ആയ 10,000 വരുന്നത്. ആദ്യത്തെ ആപ്ലിക്കേഷൻ തരാൻ വൈകുമ്പോൾ അതിന്റെ ഗ്രാന്റ് വൈകുകയും പലർക്കും ആദ്യത്തെ ഗ്രാന്റ് ലഭിക്കും, പക്ഷെ രണ്ടാമത്തെ ഗ്രാന്റിന് അവർക്ക് സമയത്തിന് ആപ്ലിക്കേഷൻ തരാൻ കഴിയാതെ വരുമ്പോൾ ചില സ്കൂളുകൾക്ക് അല്ലെങ്കിൽ കോളേജുകൾക്കൊന്നും ഈ ഗ്രാന്റ് ലഭിക്കാണ്ട് പോകാറുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് നേരത്തെ തരിക, നേരത്തെ ഗ്രാന്റ് വരും, 10,000 വരും. അത് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് മോട്ടിവേഷണൽ സ്പീക്കിംഗ് അല്ലെങ്കിൽ സക്സസ്ഫുൾ ആൻഡ് മീറ്റ് എന്റർപ്രണർ, അതുപോലെ ഫീൽഡ് വിസിറ്റ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ചെയ്യുന്ന ആക്ടിവിറ്റീസിലേക്ക് ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ആയിട്ട് ഈ ഗ്രാന്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഇനി ഒരു സംരംഭത്തിന്റെ ഒരു ആശയം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളെ സമീപിക്കാം. ഓരോ ജില്ലയിലുണ്ട്. നിങ്ങൾക്ക് വേണ്ട എല്ലാ സംരംഭത്തിന് ആവശ്യമായിട്ടുള്ള ലൈസൻസിനാണെങ്കിലും സാമ്പത്തിക സഹായങ്ങളും എല്ലാ സഹായങ്ങളും നമ്മൾ ഉറപ്പു നൽകുന്നു. അപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നതിൽ കുറെ പേരെങ്കിലും നല്ല സംരംഭകരായിട്ട് ഈ നാടിനും വീടിനും നാടിനും രാജ്യത്തിനൊക്കെ മുതൽക്കൂട്ടായിട്ടുള്ള നല്ല സംരംഭകരായിട്ട് തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. Does anyone have any doubts? I hope there are no queries. Thank you, ma'am, for spending your valuable time and valuable information. Thank Now, thank you, ma'am. Now, I would like to welcome Archana for the vote of thanks. Thank you, Sri Lakshmi. A very warm good morning to everyone present. It is my privilege to propose a vote of thanks and acknowledge the contribution of those who have worked hard to make this program a success. First of all, I would like to thank the Almighty for their blessing bestowed upon us. Next, I would like to thank Srimati Mini PR for spending her valuable time with us and for sharing such useful information. Now, I would like to thank the backbone of St. Mary's College, Dr. Sister Maggie Jose, in her absence. Next, I would like to thank Gino ma'am and all other teachers who have worked behind this program. Now, I would like to thank the audience present here who have helped us to make this program a great success. Thank you, everyone. Once again, thank you, ma'am.